അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ജാസ്മ ഗോർമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റേതായ ഒരു സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. നല്ല സ്പൈസിയും നല്ല രുചിയുമുള്ള ഒരു വെറൈറ്റി ഇറച്ചിച്ചോറാണ്. ഇതിൻ്റെ ചേരുവകളായ 1 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കുക്കറിലേക്ക് മാറ്റുക. ഇതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതുപോലത്തെ 3 കപ്പ് വെള്ളം ഇതിൽ ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ 1 സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. കുക്കറിൻ്റെ വിസിലിൽ കൂടി വെള്ളം പുറത്ത് പോകാതിരിക്കാനാണ്. കുക്കർ മൂടി വെക്കുക. 7 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഏഴ് വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ തീ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ കുറഞ്ഞതിന് ശേഷം മൂടി തുറക്കാം. ഈ വെന്ത ബീഫിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് വെന്ത സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതിലാണ് നമ്മൾ ചോറുണ്ടാക്കാൻ പോകുന്നത്. വെന്ത ബീഫിൽ 3 ടീസ്പൂൺ കാശ്മീർ ചില്ലി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്രൈ ചെയ്യാനുള്ള പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് മിക്സ് ചെയ്ത ബീഫ് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത ബീഫ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റിയെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് 4 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതാണ്. ഇതിൽ പാകത്തിന് ഉപ്പും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചതച്ച പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 15 പച്ചമുളകാണ്.
ഇനി ഇതിലേക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ആഡ് ചെയ്യാം. ഈ വഴറ്റിയ മസാല ഇനി വലിയൊരു പാനിലേക്ക് മാറ്റിയിടാം. ഒരു സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ബീഫ് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. അതിൽ 6 ടീസ്പൂൺ കാശ്മീർ ചില്ലി ആഡ് ചെയ്യുക. നന്നായിട്ട് മൂപ്പിക്കുക. കരിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണം. ഈ മൂപ്പിച്ച മസാല കൂട്ട് ഈ ബീഫിലേക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. 2 പഴുത്ത തക്കാളി ജ്യൂസ് അടിച്ച് ഇതിൽ ആഡ് ചെയ്യുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇറച്ചിച്ചോറിൻ്റെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇറച്ചിച്ചോറിൻ്റെ മസാല മാറ്റി വെക്കാം. ചോറ് വെക്കാനുള്ള പാത്രം വെക്കാം. കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് 4 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യാം. ഇതിലേക്ക് ബേ ലീവ്സ്, പട്ട, കറാമ്പ്, ഏലക്കായ് ആഡ് ചെയ്യാം. നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് വെന്ത സ്റ്റോക്കിൽ ഞാൻ 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 4.5 കപ്പ് വെള്ളമുണ്ട്. നമ്മൾക്ക് ചോറിനുള്ള വെള്ളമാണിത്. സ്റ്റോക്കിൽ ഉപ്പുള്ളതാണ്. നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. ഒരു ചെറുനാരങ്ങൻ്റെ നീരും ഇതിൽ ആഡ് ചെയ്യുക. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇടുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ 3 കപ്പ് ജീരകശാല അരിയാണ്. അരി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ മൂടി വെക്കുക. ചോറ് വെന്തതിന് ശേഷം മാറ്റി വെച്ച ബീഫ് മസാല ഇതിൽ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്തതിന് ശേഷം മൂടി വെക്കുക. അതിനുശേഷം അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ദമ്മിന് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ഇനി നമ്മുടെ സ്പൈസി ഇറച്ചിച്ചോറ് റെഡിയായി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഇറച്ചിച്ചോറ് നല്ലൊരു സർവിങ് പ്ലാറ്ററിലേക്ക് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കെല്ലാം ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല പുതിയ വിഭവങ്ങളുമായി ഞാൻ നിങ്ങളെ മുന്നിൽ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.